ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് എ ഡേ ഇൻ മൈ ന്യൂ ഹോം. അപ്പോൾ പുതിയ വീട്ടിൽ വന്നിട്ട് വീഡിയോസൊന്നും എടുത്തില്ലേന്ന് ചോദിക്കേണ്ടെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ ഫ്രീ ആണെന്ന് കുറച്ചൊക്കെ. മോൾക്കൊന്ന് ക്ലാസ് ഇല്ല, പിന്നെ ചേച്ചിയുടെ മോളുണ്ട്. അപ്പോൾ ഉണ്ണീനായിട്ട് കളിക്കാനൊക്കെ ആളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്നൊരു കുറച്ചൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ എല്ലാവരും നല്ല വൈകിട്ടാണ് കേട്ടോ എണീറ്റത്. കാരണം മോനും ഇന്ന് എണീക്കാൻ നേരം വൈകിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും നേരം കിടക്കാം. അപ്പോൾ എണീറ്റപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്നൊരു വീഡിയോ എടുക്കാം എന്നുള്ളത്. ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ എനിക്കൊന്ന് ഫ്രഷായിട്ട് നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. അവിടെ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഞാൻ ഏറ്റവും രാവിലെ കൺഫ്യൂസ്ഡ് ആവുന്നൊരു കാര്യം കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം അതില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ണിയും അമ്മയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഫ്രഷായി വന്നപ്പോഴത്തേനും. അപ്പോൾ എനിക്കിനി അവരവിടെ നിന്ന് കളിച്ചോളും. റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് അടുക്കളയ്ക്ക് ഒന്ന് കയറി നോക്കാം അവിടെ എന്താണ് നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അമ്മ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, പിട്ടിനുള്ള മാവുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ പാതി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും മൈൻഡാക്കിയില്ല, ഞാനങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിട്ടുണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ 2 പണിക്കാരൊന്ന് പറമ്പിൽ പുല്ലൊക്കെ മുളച്ച് കാട് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയാണെന്ന്. അപ്പോൾ അവരതവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ഗ്രാമപ്രദേശം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് എന്താ പറയുക, പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അമ്പലമുണ്ട് അടുത്ത്, അതുപോലെ തന്നെ വായനശാല, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഒരു മോർണിംഗ് വൈബ് എന്ന് പറയില്ലേ, അതെന്തായാലും സൂപ്പറാണ്. പിന്നെ ഇപ്പോൾ അവിടെ പുല്ലൊക്കെ കുറച്ച് വൃത്തിയാക്കിയത് കാരണം തന്നെ നമുക്ക് പറമ്പിക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാം കേട്ടോ. മറ്റേത് അങ്ങനെ നടക്കാനൊന്നും പറ്റിയിരുന്നില്ല. ആകെ എന്താ പറയുക, പുല്ല് മുളച്ചിട്ട് കാടായിട്ട് കിടക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളെ ചെക്കൻ ഇവിടെ നീറ്റിട്ട് അമ്മ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നന്ദുണ്ട്. അങ്ങനെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ മുഖത്തൊരു പാടുണ്ട്. ആ പാട് വേറൊന്നുമല്ല, അവളുടെ അനിയൻകുട്ടി കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊരു മാന്തൽ കിട്ടി. ഞാനൊരു കട്ടനൊക്കെ കുടിച്ചു. ഇന്ന് പിട്ടും കടലയാണ്, അപ്പോൾ അതും കഴിച്ചു. പിന്നെ ലഞ്ചിൽ നിന്ന് മീൻ വറുത്തതും മീൻകറിയും, അതുപോലെ തന്നെ അവിയൽ, പപ്പടം, രസം, ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് രസം മീൻ വറുത്തതും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ ഇപ്പോഴും നമ്മളുടെ അടുത്ത് രസം വയ്ക്കാൻ പറയും. അങ്ങനെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയൂ. പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു കേട്ടോ. അതായത് എല്ലാവർക്കും ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതലൊന്നും നോക്കിയില്ല. ഞങ്ങളങ്ങനെ ഒരു അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് കിട്ടി വന്നപ്പോഴത്തേനൊരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അമ്മുവിൻ്റെയും നന്ദുവിൻ്റെയും കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ മോൻ ഉറങ്ങിയിരുന്നു നേരത്തെ, അത് കാരണം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയത് തന്നെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അവൾ പോവാണ്. ഇന്ന് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞയക്കുകയാണ്. ഇടയിലൊക്കെ ഓരോ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ മിസ്സായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ്. അപ്പോഴേക്കും വിജിലിയും അവളെ 2 കുട്ടികളും വന്നു. അപ്പോൾ വെറുതെ വന്നതാണ്. ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ അവർ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അച്ചമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അച്ചമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. പാപ്പൻ്റെ വീട്ടിലേക്ക് പോണേക്കാളും കുറച്ചും കൂടെ ദൂരം ഉണ്ടാവും, എന്നാലും അടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ മേമ ഇന്ന് അവിടെ സ്പെഷ്യൽ മേമ എന്താ നീലക്കാവത്ത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇപ്പം ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിലൊക്കെ. അപ്പോൾ നീലക്കാവത്ത് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അവരും ആദ്യമായിട്ട് അത്ര കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. കഴിച്ചപ്പോൾ നോർമൽ എന്താ പറയുക, കാവത്തിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല, ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് വാഷ് ചെയ്തിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോഴേക്കും സായണ്ണൊക്കെ വന്നു. അമ്മൂനേറ്റ് അമ്മൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു, അവൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല ലേറ്റായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.